ഇറാനിൽ ജലക്ഷാമം രൂക്ഷമാകുന്നു. ഇറാനിലെ തലസ്ഥാനവും പ്രധാന നഗരവുമായ ടെഹ്റാനിൽ കടുത്ത ജലക്ഷാമം നേരിടുന്നതിനാൽ ജനങ്ങളെ നഗരത്തിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള ആലോചനയിലാണ് ഇറാൻ ഭരണകൂടം. ഇറാൻ പ്രസിഡന്റാണ് ഇക്കാര്യം ഒരു വിദേശ മാധ്യമത്തോട് വ്യക്തമാക്കിയത്. ജർമ്മൻ മാധ്യമമായ ഡെർ സ്പീഗിൾ ആണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ പ്രസ്താവന റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ സ്ഥിതി ഗുരുതരമാണെന്നും ടെഹ്റാനിൽ കനത്ത ക്ഷാമമാണെന്നും പെഷ്കിയാൻ തുറന്നു പറയുന്നു. ജലദൗർബല്യത്തെയും ഊർജ്ജ പ്രതിസന്ധിയും തുടർന്ന് ടെഹ്റാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ ആഴ്ച പൊതുവധി പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളുകളും സർക്കാർ ഓഫീസുകളും ശനിയാഴ്ച വരെ അടച്ചിടാനാണ് ഗവൺമെന്റ് നിർദ്ദേശം. ഇത് ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇറാനിലെ 31 പ്രവിശ്യകളിൽ 20-ൽ കൂടുതൽ പ്രവിശ്യകളും കടുത്ത ജലദൗർബല്യം നേരിടുകയാണ്. ഇറാനിലെ ഏറ്റവും വലിയ ജലാശയം ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ഒരാഴ്ചകൾ പൂർണ്ണമായി വറ്റാൻ സാധ്യതയേറെയെന്നും ഇറാനിയൻ സർക്കാർ മീഡിയയായ IRNA റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിൽ ഒരു തലസ്ഥാന മാറ്റത്തിനും ഭരണകൂടം തയ്യാറാകുന്നതായാണ് റിപ്പോർട്ട്. ഇറാനിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് യൂണിസെഫ് റിപ്പോർട്ട് പറയുന്നത് ഇറാനിൽ താപനില ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും വർഷങ്ങളിൽ കിട്ടിയിരുന്ന മഴയുടെ 20% ഇപ്പോൾ കുറഞ്ഞുവെന്നുമാണ്. ഇതേസമയം ഇറാനിലെ ഊർജ്ജ പ്രതിസന്ധിയെ വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ ഊർജ്ജമന്ത്രി ഏലി കോഹൻ പാർസി രംഗത്തെത്തി. ഇറാനിയൻ ജനതയുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ട സമയം ഇറാൻ, ലെബനൻ, സിറിയ, യമൻ, ഗാസ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഭീകര സംഘടനകൾക്ക് പണം ചിലവഴിക്കുന്നതായും ഏലി കോഹൻ വിമർശനം ഉന്നയിക്കുന്നു. ഇറാന്റെ മതഭരണം അവസാനിക്കുന്ന സമയം ഇറാനിയൻ ജനതയുടെ ജീവിതം മെച്ചപ്പെടുമെന്നും ഇറാനിലെ ജനങ്ങൾക്ക് ഇസ്രായേലിന്റെ ജലസാങ്കേതിക വിദ്യകളിൽ നിന്നുള്ള നേട്ടങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.